നമ്മുടെ നാട്ടിൽ ഇപ്പം തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്ത് കിട്ടും? ലോണ് കിട്ടും. നമ്മൾ ലോൺ എടുത്തിട്ട് EMI സ്കീമിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കാം, ലോണിന് കാറ് വാങ്ങിക്കാം, ലോണിന് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിക്കാം, പലതും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ചാലും ഈ വാങ്ങുന്ന സാധനം മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാനും അത് അനുഭവിക്കാനും പറ്റും. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ ഫൈനും കാര്യങ്ങളൊക്കെ വന്നാലും ഈ പ്രൊഡക്റ്റ് ആരുടെ കയ്യിൽ കിടക്കും? നമ്മളെ കയ്യിൽ കിടക്കും. എന്നാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ലോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ വിദ്യാഭ്യാസ ലോണിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തിക്കുക. പ്രത്യേകിച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് അനുകൂലിച്ചിട്ടുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, പ്രതികൂലിച്ചിട്ട് അതായത് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. ബട്ട് ഞാനൊരു റിയാലിറ്റി സൈഡ് മാത്രം പറയുന്നതാണ്. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാം, നെഗറ്റീവായിട്ട് ഉൾക്കൊള്ളാം. ഇതൊന്നും ഒരു മാറ്ററല്ല. പക്ഷേ ചില രക്ഷിതാക്കളെങ്കിലും ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് വീഡിയോയുടെ പർപ്പസേ. നിങ്ങളിത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ ലോൺ എടുത്ത് വാങ്ങിച്ചാൽ ലോൺ എടുത്ത് വാങ്ങിക്കുന്ന ഉടനെ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ നമ്മൾ ഒരു 3 കൊല്ലം ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ 3 സ്റ്റേജായിട്ടൊക്കെ പഠിക്കേണ്ട ഒരു കോഴ്സ്, പ്രത്യേകിച്ച് ഇപ്പോൾ ACCA, CA, CMA പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു +2 കഴിഞ്ഞ കുട്ടി. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടി അത് പഠിക്കാൻ പോകുകയാണെങ്കിൽ ആക്ച്വലി അതിന് 3 സ്റ്റേജ് ഉണ്ട്. +2 കഴിഞ്ഞ ഒരു കുട്ടി ഇത് തുടക്കത്തിൽ പഠിക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ കോഴ്സ് ഇൻ്റർമീഡിയറ്റ് ആണ്. മൂന്നാമത്തെ കോഴ്സ് ഫൈനലാണ്. അത് ACCൻ്റെ കാര്യം വന്നാൽ നോളജ് ലെവൽ, സ്കിൽ ലെവൽ, പ്രൊഫഷണൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാറ്റഗറിയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞ ലെവൽ ഒരു 3 ലെവലുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ ജോയിൻ ചെയ്യാൻ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഫൗണ്ടേഷന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കോഴ്സ് കംപ്ലീഷൻ വരെയുള്ള ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ ചിലപ്പോൾ അത് ഒരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും, ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് അടക്കാൻ ആരുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ രക്ഷിതാവിൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർ നമ്മളോട് പറയാണ്, എന്നാൽ നിങ്ങൾക്ക് നമ്മളൊരു ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാം. ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി അടുത്ത 3 വർഷം അവിടെ പഠിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഫീസ് ഈ ഫൈനാൻസ് കമ്പനി ആർക്ക് കൊടുക്കും? ആ സ്ഥാപനത്തിന് കൊടുക്കും. ഇനി കുട്ടി ഈ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാലും ശരി, പ്രത്യേകിച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക്